എല്ലാ കാലത്തും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് പാലക്കാട്. ആദ്യമായി മുനിസിപ്പൽ ഭരണം അവിടെ നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകളായി നോക്കുകയാണെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് തന്നെ തലവേദനയായിരിക്കുന്ന ഒരിടമായി പാലക്കാട്ടെ ബി ജെ പി മാറുകയാണ്. എന്നും തമ്മിലടിയാണ്, ഇന്നും തമ്മിലടിയാണ്. കേരളത്തിലേക്ക് ചുരം കയറി, പാലക്കാട് ചുരം കയറിയാണ് പലപ്പോഴും ആളുകളും ആശയങ്ങളും വസ്തുക്കളും എല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേരോട്ടം ലഭിച്ച രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് തിരുവനന്തപുരവും, പക്ഷേ അരുവാമൊഴി ചുരം കടന്ന് എത്തുന്ന തിരുവനന്തപുരത്തേക്കും, അതുപോലെ പാലക്കാട് ചുരം കടന്നെത്തുന്ന പാലക്കാട് നഗരസഭയിലേക്കും. കടന്നെത്തി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് വെളിയിൽ നിന്ന് ആളുകൾ വന്നു എന്നല്ല, വടക്കേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും അതിശക്തമായി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ പ്രഭാവമുണ്ടാക്കാൻ കഴിഞ്ഞ അപൂർവം ഇടങ്ങളിൽ ഒന്ന്, ഭരണത്തിലെത്താൻ കഴിഞ്ഞ ഇടം കൂടിയാണ് പാലക്കാട്. 2 തവണ തുടർച്ചയായി തിരുവനന്തപുരം ഗൗരവമായി പ്രതീക്ഷിക്കുന്നു. 52 സീറ്റുകളുള്ള പാലക്കാട് നഗരസഭയിൽ 28 സീറ്റുകളുമായി പാലക്കാട്ടെ ജനം ബി ജെ പിയെ സർവാത്മന സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2015 കൃത്യമായ ഭൂരിപക്ഷമില്ലായിരുന്നു, പക്ഷേ 2018 വ്യക്തമായ ഭൂരിപക്ഷം. പക്ഷേ അവസാനം തമ്മിലടി, തൊഴുത്തിൽ കുത്ത്, കലഹം, അങ്ങനെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അനുഭവം ഉണ്ടായി പാലക്കാട് എന്ന ഒരു പരിഭവം ബി ജെ പി ഒബ്സർവേഴ്സിനുണ്ട്, ബി ജെ പിയെ സ്നേഹിക്കുന്നവർക്കുണ്ട്. അവിടെ കാരണം നാം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗുജറാത്ത് മാതൃകയായി കാണിക്കുന്നു, ഞാൻ ഭരിച്ച സംസ്ഥാനം നോക്കുമെന്ന്. അപ്പോൾ കേരള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി പാലക്കാട് ഒരു മാതൃകയായി കാണിക്കാൻ കഴിയുമോ? ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കാൻ സൽഭരണം, ഞങ്ങളെ ജനം എവിടെയെല്ലാം ഭരണമേൽപ്പിച്ചോ, 2 ഇടത്താണ് ഭരണമേൽപ്പിച്ചത് നഗരസഭയിൽ, ഒന്ന് പന്തളം, മറ്റൊന്ന് പാലക്കാട്. ഈ 2 ഇടത്തും അത്ര സുദൃഢമായിരുന്നില്ല. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയെ ജനം വിശ്വസിക്കുന്നത്? അതൊരു ന്യായമായ ചോദ്യമാണ്. ബി ജെ പിക്ക് 52 സീറ്റിൽ 28 സീറ്റുമായി ബി ജെ പി വലിയ കക്ഷിയാണ്, ഭൂരിപക്ഷമുണ്ട്. തൊട്ടു പിന്നിൽ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ ദുർബലമാണെങ്കിലും പാലക്കാട് നഗരസഭാ വാർഡുകളിൽ കോൺഗ്രസിന് കാര്യമായ വേരോട്ടമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മിന്നുന്ന വിജയം എല്ലാം കാട്ടുന്നത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനമുണ്ട്, പിൻബലമുണ്ട്. കലഹങ്ങൾ ബി ജെ പിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലുണ്ട് എന്നതും വ്യക്തമാണ്. ഇടതുപക്ഷത്തിൻ്റെ പിൻബലമെല്ലാം തന്നെ പാലക്കാട് നഗരസഭയ്ക്ക് വെളിയിലുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയൊരു ശക്തിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 7 സീറ്റ് മാത്രമാണ് CPM നയിക്കുന്ന പാനലിന് ലഭിച്ചത് എന്നുകൂടി ഓർക്കണം. കോൺഗ്രസിന് 18 സീറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്കുള്ളിൽ ഒരു വലിയ കലഹം നടക്കുന്നു. 2 വ്യക്തിത്വങ്ങൾ. ഒന്ന്, നഗരസഭയുടെ നിലവിലെ ഇൻകംബന്റ് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഒരു വശത്തും, പാലക്കാട്ടെ ശക്തനായ നേതാവ്, സംസ്ഥാന തലത്തിൽ പോലും ശക്തനായ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ മറുപക്ഷത്തുമായി ഏറെക്കാലമായി ഒരു ചക്കളത്തി പോരാട്ടം അവിടെ നടക്കുന്നു. ഇപ്പോഴിതാ 2 പേരും മത്സര രംഗത്തില്ല. പ്രമീള ശശിധരന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തിട്ടില്ല. എന്തിന്? ശക്തനായ ജില്ലാ പ്രസിഡന്റ്, സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ്, ചെറുപ്പക്കാരൻ കൂടിയായ പ്രശാന്ത് ശിവൻ അദ്ദേഹത്തെയും ഒഴിവാക്കിയിരിക്കുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കരുതി വെച്ചതാവാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളാണ്. ഒരു പാർലമെന്ററി വ്യാമോഹം എത്രത്തോളം കാർന്ന് തിന്നുന്നു ബി ജെ പി എന്ന കേഡർ പാർട്ടിയെ. ഇതൊരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ബി ജെ പിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ CPM കുറിച്ച് നമ്മളൊക്കെ പണ്ട് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേഡർ സ്വഭാവമുള്ള, അച്ചടക്കമുള്ള പാർട്ടി. അവിടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് അവിടെ നടപ്പാകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ പാർട്ടി നിലപാടിനോടൊപ്പമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന വ്യാപകമായി CPM ഇടതുപക്ഷ മറ്റ് കക്ഷികൾക്കുള്ളിലും ബി ജെ പിക്കുള്ളിലും എല്ലാം തന്നെ കോൺഗ്രസ് സ്വഭാവം കടന്നു വന്നിരിക്കുന്നു. അതായത് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ ശാപമായിരുന്ന ഗ്രൂപ്പ് വഴക്ക് പാലക്കാട് ബി ജെ പിയിൽ വളരെ രൂഢമൂലം. എന്തായിരിക്കും? ഇതൊരു ബി ജെ പി എല്ലാ കാലത്തും ഒരു കേഡർ പ്രസ്ഥാനമാണ്. ഇപ്പോൾ നാം
പാലക്കാട് BJP പരിശോധിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ വിഷയം അത് പാലക്കാട് നിന്നാണ് സംഭവിക്കുന്നത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നാലെ ഉണ്ടായ തർക്കങ്ങൾ, ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവിടെ നിരന്തരം പ്രശ്നങ്ങളാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഒരു കോൺഗ്രസ് സ്വഭാവത്തിലേക്ക് മാറിയതാണോ ഇതിനുള്ള കാരണം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടിയിലേക്കുള്ള ഒരു പകർന്നാട്ടം, അതാണ് BJP മുൻപ് ചെറിയൊരു പാർട്ടിയായിരുന്നു. പിന്നീടാണ് ആ കേഡർ സ്വഭാവം കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ കൂടുതൽ അണികളെ ചേർക്കുന്നു, കൂടുതൽ വിഭാഗങ്ങളെ കൂടെ ചേർക്കുന്നു, പല പാർട്ടികളിൽ നിന്നും വരുന്ന ആളുകളെ ചേർക്കുന്നു. അവരെല്ലാം കൊണ്ടുവരുന്ന ഒരു സംസ്കാരം, അത് കേഡർ സ്വഭാവമുള്ള സംസ്കാരമല്ല, RSSനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു രീതിശാസ്ത്രമല്ല അതവിടെ കാണുന്നത്. അതുകൊണ്ട് അനിവാര്യമായി സംഭവിക്കുന്നു. അത് തെറ്റെന്നോ ശരിയെന്നോ പറയാൻ ഞാൻ ആളല്ല. കാരണം അത് വളരുന്ന പാർട്ടിക്ക് ഗ്രൂപ്പിസം ഉണ്ടാകും, വളരുന്ന പാർട്ടിക്ക് പടലപിടക്കങ്ങൾ ഉണ്ടാകും. കൂടുതൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ്? വിന്നബിലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. വിന്നബിലിറ്റി ഇല്ലാത്ത ഒരിടത്ത് കാര്യമായ സ്ഥാനാർത്ഥിത്വ മോഹികൾ ഉണ്ടാവില്ല. പിന്നെ പാർലമെന്ററി വ്യാമോഹം എന്നത് ഈ അടിസ്ഥാനപരമായി ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു വലിയ ഒരു ഘടകമായി വന്നിരിക്കുന്നു. ഒന്ന് മുഖം കാണിക്കണം, പോസ്റ്ററിൽ ഒന്ന് മുഖം കാണിക്കണം, നവമാധ്യമങ്ങളിൽ ഒന്ന് ജയിച്ചില്ലെങ്കിലും സാരമില്ല, ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. അതുകൊണ്ട് ജീവിത അഭിലാഷമായി മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥിത്വം. ഇനി BJPയിലേക്ക് തന്നെ വരാം. BJPക്ക് എന്താണ് പാലക്കാട് സംഭവിച്ചത്? നഗരസഭ അധ്യക്ഷ സ്ഥാനത്ത് സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് പ്രമീള ശശിധരൻ കാഴ്ചവെച്ചത്. പക്ഷേ പ്രമീള ശശിധരൻ്റെ ഓരോ നീക്കത്തെയും മറുപക്ഷം അതായത് C. കൃഷ്ണകുമാർ പക്ഷം സംശയത്തോടെ കാണുകയും അവരുടെ വളർച്ചയെ, അല്ലെങ്കിൽ C. കൃഷ്ണകുമാറിനോടൊപ്പം നിൽക്കാത്ത ഒരു വിഭാഗമുണ്ട്, അവരെ പ്രതിക്കൂട്ടി നിർത്തുന്ന അനവധി കാര്യങ്ങളുണ്ടായി. മറുപക്ഷത്തും C. കൃഷ്ണകുമാറിനെ പാലം വലിക്കുന്ന BJPക്കാർ. BJPയിലെ സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ C. കൃഷ്ണകുമാർ മത്സരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJPയുടെ തന്നെ എല്ലാ വോട്ടുകളും കൃഷ്ണകുമാറിനെ ലഭിച്ചു എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ എല്ലാ BJPക്കാർക്കും കഴിയുമോ? അതും സംശയമാണ്. അവിടെ ഈ ശക്തി എന്നത് ദൗർബല്യമായി പറഞ്ഞു. ശക്തി കൂടുന്തോറും ദൗർബല്യത്തിന്റെ വിത്തുകളും പാലക്കാട് BJPയിൽ പാകുന്ന കണ്ടു. ഇപ്പോൾ ഈ C. കൃഷ്ണകുമാർ പക്ഷത്തിന് എതിരെ നിൽക്കുന്ന കൃഷ്ണദാസിനെയാണ് നേതൃസ്ഥാനത്തേക്ക്, നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക്, ചെയർമാൻ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് പഴയ നേതൃത്വം എല്ലാം മാറി നിൽക്കട്ടെ, പുതിയൊരു നേതൃത്വം വരട്ടെ. അപ്പോഴും ഗ്രൂപ്പ് വഴക്കുകൾ സജീവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് വേദി പങ്കിട്ടു എന്ന ഒരു പരിഭവമാണ്, ആരോപണമാണ് പ്രമീള ശശിധരനെതിരെ ഉണ്ടായത്. അതൊരു ഔപചാരികതയുടെ വിഷയമാണ്. MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാലക്കാടിന്റെ MLA ആണ്. MLAയോടൊപ്പം പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ചിലപ്പോൾ ഇരിക്കേണ്ടി വന്നേക്കാം. അഭിമതരായ ആളുകളോടൊപ്പം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളോടൊപ്പവും വേദി പങ്കിടേണ്ട അവസരങ്ങൾ ഉണ്ടാവാം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആപ്പിലാക്കിയിരിക്കുന്നത് BJP നേതാവ് പ്രമീളയെ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളെയും ആപ്പിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി വിതരണ കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ ചില വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടായി. ഇത് കോൺഗ്രസിനും അലോസരമുണ്ടാക്കുന്നു. കാരണം കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചെടുത്തുപ്പാനും വയ്യ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജനകീയൻ തന്നെയാണ്. കേരള സംസ്ഥാനമൊട്ടാകെ കേസിലെക്കപ്പെട്ടു, അല്ലെങ്കിൽ കേസല്ല, ആരോപണ ശരങ്ങളേറ്റു എങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ ഒരു ഹീറോ പരിവേഷം നൽകി ആദരിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഇതൊക്കെ പിന്നെ പൊതുജീവിതത്തിൽ ഇങ്ങനെ കളങ്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പലരും ആരോപണ വിധേയരായിട്ടുണ്ടല്ലോ. KC വേണുഗോപാൽ പോലും മുൻകാലങ്ങളിൽ ആരോപണ വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് ജനം വളരെ കൗതുകത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുന്നിടം മാധ്യമങ്ങളും ശ്രദ്ധിക്കും. അങ്ങനെയാണ് BJP നേതാവ് വെട്ടിലായതും. അതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടി മാറ്റി നിർത്തിയിരിക്കുന്ന ആളാണ്. പക്ഷേ മുഖ്യധാരയിലേക്ക് ഇടിച്ചു കയറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ പ്രഭാവം ചെലുത്താനാവുക? ഇനിയിപ്പോൾ എല്ലാ സൂചനകളും കോൺഗ്രസിന് വേണ്ടി അരയും തലയും മുറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയാൽ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിനാവുമോ? കുറെ പേർ അദ്ദേഹത്തോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനാവുക? അതുകൊണ്ട് പാലക്കാട്ടേക്ക്, തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. BJPക്കുള്ളിലെയും കോൺഗ്രസിനുള്ളിലെയും പടലപ്പിണക്കങ്ങൾ. ഈ തക്കം നോക്കി ഇടതുപക്ഷം നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമോ എന്നതും ഇവിടെ പ്രത്യേകത നിറഞ്ഞ കാര്യമാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.